ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ. ഒരു സ്ത്രീ എന്ന നിലയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും ഒരു സെൽഫ് റെസ്പെക്റ്റും ഒക്കെ തോന്നുന്നത് എപ്പോഴാണെന്നറിയാവോ? നമ്മളൊരു അമ്മയാവുമ്പോഴാണല്ലേ. വല്ലാത്തൊരു ഫീലിങ്സാണ് അത്. അതെ, ഞാനും ആ ഫീലിങ്സ് അനുഭവിച്ചിട്ട് ഇന്ന് 11 വർഷം ആവുകയാണ്. എൻ്റെ മൂത്ത മോൻ്റെ പിറന്നാളാണെന്ന്. 2015 മെയ് 25 ഞാൻ എൻ്റെ മോനെ പ്രസവിച്ചത്. ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ. ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും ചമ്മന്തി ആയിരുന്നു. അപ്പവും ചമ്മന്തി റെഡിയാക്കി വെച്ചിട്ടാണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയത്. അതിനിടയ്ക്ക് പയർ കുറച്ചെടുത്ത് വറുത്തിട്ടുണ്ടായിരുന്നു. അവിയലിനൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ റെഡിയായി കഴിഞ്ഞു. ഞാൻ റെഡിയായിട്ട് അവരെ വിളിച്ചുണർത്തി റെഡിയാക്കിയാണ് അമ്പലത്തിലോട്ട് പോയത്. അമ്പലത്തിൽ പോയി തൊഴുതു, അർച്ചനയൊക്കെ നടത്തി കുറച്ച് സമയം അവിടെയൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നേ. കണ്ണാടിയിലോക്കട ചിരിയടാ, കണ്ണാടിയിലോക്കി ചിരിയടാ. അടിച്ച് പിടിച്ച് നിർത്തിയാണ് ഒരു ഫോട്ടോയോ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. ഇത് ഞാൻ മംഗലത്ത് സ്റ്റിച്ച് ചെയ്തതാണേ. ഞാനൊരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്ലാമി ഗംഗയുടെ വെഡ്ഡിങ് മേക്ക് ഓവർ ഇവിടെ ആയിരുന്നു എന്ന്. അതുപോലെ വെഡ്ഡിങ് ബ്ലൗസും ഒക്കെ നിഷേധിച്ചായിരുന്നു സ്റ്റിച്ച് ചെയ്തത്. ഞങ്ങൾ എപ്പോൾ കൊണ്ടു കൊടുത്താലും ഞങ്ങൾക്ക് ഈ ദിവസം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷ ചേച്ചി എത്ര തിരക്കാണെങ്കിലും ഞങ്ങൾക്ക് തയ്ച്ച് തരും. സ്റ്റിച്ചിങ് ഒന്നും ഇല്ലെങ്കിലും ഞങ്ങൾ ഒന്നിരാടം പോവാറുണ്ട്. ചേച്ചിയുടെ അടുത്ത് കുറേ സമയം സംസാരിച്ചൊക്കെ ഇരുന്നിട്ടാണ് വരുന്നത്. വന്നിട്ട് മക്കൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് ഞാൻ അവിയലും കിച്ചടിയൊക്കെ റെഡിയാക്കി ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞങ്ങൾക്ക് വില്ലേജ് ഓഫീസ് വരെ പോകണമായിരുന്നു. ഞാനും മോനുമായിട്ട് വില്ലേജ് ഓഫീസിലോട്ട് പോയി കരം അടയ്ക്കണമായിരുന്നു. അങ്ങനെ വില്ലേജ് ഓഫീസിൽ പോയി കുറേ സമയം അവിടെയൊക്കെ നിന്നിട്ടാണ് വന്നത്. പിന്നെ വരുന്ന വഴിക്ക് കടയിൽ കയറിയിട്ട് ഒരു ബേക്കറി കയറിയിട്ട് 5 ഷാർജയൊക്കെ പാഴ്സൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിൽ എത്തിയപ്പോൾ 1 മണിയായി. പിന്നെ അവർ ഷാർജയൊക്കെ കുടിച്ച് വീട്ടിലോട്ടാണ് പോയത്. കുഞ്ഞാൾ അവിടെ നിൽക്കുമായിരുന്നു. പിന്നെ ഷാർജയൊക്കെ കുടിച്ചിട്ടാണ് തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് വന്നത്. വീട്ടിലെത്തിയിട്ട് അവർക്ക് ഫുഡൊക്കെ കൊടുത്തായിരുന്നു. ഒരു കുഞ്ഞു സദ്യ, വേറെ കറികളൊന്നുമില്ല. അവിയൽ, കിച്ചടി, ഒരു പരിപ്പ്, പപ്പടം, ഇത്രയുള്ള ഒരു കുഞ്ഞു സദ്യയായിരുന്നു. അവർ കഴിച്ചു. നമ്മൾ 3 പേരല്ലേ ഉള്ളൂ. പിന്നെ കുറച്ച് ചക്ക ഇട്ടിട്ടുണ്ടായിരുന്നേ. അതിനെ പുഴുങ്ങിയായിരുന്നു. ഞങ്ങളുടെ അവിടെ അവിക്കുക എന്നാണ് പറയുന്നത്. ചക്ക പുഴുങ്ങിയായിരുന്നു. മുളകും അരച്ചിട്ടുണ്ടായിരുന്നു. വൈകിട്ട് അതാണ് കഴിച്ചത്. കേക്ക് കട്ട് ചെയ്തായിരുന്നു. കേക്ക് കട്ട് ചെയ്തത് അന്നല്ല, തലേ ദിവസമാണ് കേക്ക് കട്ട് ചെയ്തത്. അന്നേ മക്കളുണ്ടായിരുന്നുള്ളൂ, അനിയത്തിയും മക്കളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്ന് കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയൊക്കെ ഉള്ളൂ ബർത്ത്ഡേ സെലിബ്രേഷൻ. പിന്നെ മോൻ്റെ ബർത്ത്ഡേക്ക് ആകെ 2 പ്രാവശ്യമാണ് അവൻ അച്ഛൻ്റെ കൂടെ നിന്നിട്ടുള്ളത്. Sun is falling, speed